Hi viewers, today we are going to start a new topic, identifying variables. Today we are going to start a new topic, identifying variables. Variables, they are also very important in research. A variable is anything that can vary. ജനറലി പറയുകയാണെങ്കിൽ വേരി ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്താവുന്ന ഏതൊരു ഫാക്ടറിനെയും നമുക്ക് വേരിയബിൾ എന്ന് പറയാം. Any aspect of a theory that can vary or change as a part of the interaction within the theory is a variable. നമ്മളിപ്പം ഏതെങ്കിലും ഒരു തിയറി നോക്കുകയാണെങ്കിൽ ഒത്തിരി ആസ്പെക്ട്സ്, ഒത്തിരി ഫാക്ടേഴ്സ്, ഒത്തിരി ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വേരി ചെയ്യുന്നത് എന്തോ, ഒരു തിയറി ധാരാളം ആസ്പെക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു തിയറിക്കകത്ത് വ്യത്യാസം വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് വേരിയബിൾസ് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡിമാൻഡ് തിയറി, സപ്ലൈ തിയറി, പ്രൈസ് തിയറി, ജോബ് സാറ്റിസ്ഫാക്ഷൻ തിയറി, മോട്ടിവേഷൻ തിയറി, സയൻസിലാണെങ്കിൽ ഇഷ്ടം പോലെ തിയറീസ് ഉണ്ട്. ഇവയ്ക്കകത്തെല്ലാം വേരിയബിൾസ് ആണുള്ളത്. ശ്രദ്ധിച്ചാൽ അറിയാൻ ഈ വേരിയബിൾസിൻ്റെ മാറ്റത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പറയുന്നത് തന്നെയും. പ്രൈസിങ് തിയറി എടുത്താലും അങ്ങനെയാണ്, ഡിമാൻഡ് തിയറി എടുത്താലും അങ്ങനെ തന്നെയാണ്. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ എന്ത് മാറ്റമാണോ അതനുസരിച്ച് ഡിമാൻഡിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏത് തിയറിയും ആയിക്കൊള്ളട്ടെ, സയൻസിലോട്ട് പോയാലും അങ്ങനെയാണ്, ഫോഴ്സ് തിയറി, അപ്പം ഫിസിക്സോ കെമിസ്ട്രി എന്തും ഏതാണെങ്കിലും. അപ്പോൾ ഈ രീതിയിൽ ഒരു തിയറിയിൽ പല ആസ്പെക്ട്സ് ഉണ്ടാവും. അതിനകത്ത് എന്തിലൊക്കെയാണ് മാറ്റം വരുത്താൻ സാധിക്കുന്നത് അത്തരം ആസ്പെക്ട്സിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. Variables are those aspects of a theory which can change or cause effect to the result of the study. This can be considered as the definition of variable. Variables are those aspects of a theory which can change or cause effect to the result of the study. ഈ സെൻറ്റൻസ് നമുക്ക് വേരിയബിളിൻ്റെ ഡെഫിനിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു തിയറിയിൽ മാറ്റം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെയോ അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഒരു പഠനത്തിന്, റിസേർച്ചിന് ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് ഫൈൻഡിങ്സിലാണ് ചെന്നെത്തുന്നത്. ആ ഫൈൻഡിങ്സിനൊക്കെയും അഫക്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്ന് പറഞ്ഞാൽ ആ ഫൈൻഡിങ്സിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുള്ള മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ദെൻ എവറി സ്റ്റഡി ഹാസ് വേരിയബിൾസ്. ഏതൊരു പഠനം എടുത്താലും നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു പഠന മേഖലയും ആയിക്കൊള്ളട്ടെ, അതിനകത്തൊക്കെ തന്നെ വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിൻ്റെ ഇൻട്രാക്ഷനാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠന വിഷയമാക്കുന്നത് തന്നെ. ആ വേരിയബിൾസ് എങ്ങനെ മാറുന്നു, മൊത്തത്തിൽ ആ പഠനത്തിൽ നമ്മൾ ഏതൊരു റിസൾട്ടിലേക്കാണോ എത്തിച്ചേരേണ്ടുന്നത്, എന്താണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവയിലൊക്കെ എന്ത് എഫക്റ്റാണ് ആ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു പഠനം നടത്തുന്നത് തന്നെ. അപ്പോൾ ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള പഠനമെന്ന് പറയുന്നത് തന്നെ നിരവധി വേരിയബിൾസിൻ്റെ മാറ്റവും എഫക്റ്റും ഒക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. A variable is not only something that we measure, but also something that we can manipulate and something we can control. ഇനി വേരിയബിൾ എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്ന്, അങ്ങനെയല്ല വേരിയബിൾ എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം നമുക്ക് ആ കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാം. ഏതൊരു തിയറിയിലെ
വേരിയബിൾസൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. പക്ഷേ വേരിയബിൾ എന്നാൽ അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയുടെ ആസ്പെക്റ്റ് മാത്രമല്ല, ബട്ട് ഓൾസോ സംതിങ് ദാറ്റ് വി ക്യാൻ മാനിപ്പുലേറ്റ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേരിയബിളിൽ മാറ്റം വരുത്താൻ കഴിയും. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണല്ലോ അതിനെ വേരിയബിൾ എന്ന് പറയുന്നത് പോലും. ഒരു തിയറിയിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ആസ്പെക്ട്സിനാണല്ലോ നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതും കൂടിയാണ് വേരിയബിൾ. പിന്നെ മറ്റൊന്ന്, ആൻഡ് സംതിങ് വി ക്യാൻ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു പരീക്ഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കി നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കും ആ പഠനം നടത്തുന്നത്. നമ്മൾ ഏത് പഠനം എടുത്താലും അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സെയിൽസ് വോളിയവും അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നതെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ വ്യത്യാസം വരുത്തി നോക്കും. അത് എന്ത് എഫക്റ്റാണ് സെയിൽസിൽ വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കും, പിന്നീട് കുറച്ച് അഡ്വർടൈസ്മെൻറ്റ് ഫ്രീക്വൻസി കുറയ്ക്കും, എന്നിട്ട് എങ്ങനെയുണ്ട് സെയിൽസ് എന്ന് നോക്കും. അപ്പോൾ അങ്ങനെ മാറ്റം വരുത്തി നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ. അതാണ് പറയുന്നത്, എ വേരിയബിൾ ഈസ് നോട്ട് ഓൺലി സംതിങ് ദാറ്റ് വി മെഷർ. നമുക്ക് മെഷർ ചെയ്യാൻ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റിയ ഒന്ന് മാത്രമല്ല വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, നമുക്കതിനകത്ത് മാറ്റങ്ങൾ വരുത്താം. അതുമാത്രമല്ല നമ്മുടെ കൺട്രോളിൽ തന്നെ നമുക്ക് വരുത്തുവാനും സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ആ പഠനങ്ങൾ നടത്തുന്നത്. There are different types of variables in research. We can broadly classify them into independent variables, dependent variables, extraneous variables and intervening variables. റിസർച്ചിൽ പല തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആൻഡ് ഇൻ്റർവെനിങ് വേരിയബിൾസ്. നമുക്കത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. Independent variables. When performing a study of some event, the independent variable which is controlled. An independent variable is sometimes called an experimental or predictor variable. ഒരു പഠനം നടത്തുമ്പോൾ, അപ്പോൾ അത് എന്തിനെക്കുറിച്ചാണെങ്കിലും ആകാം, ആ പഠനം നടത്തുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതൊരു വേരിയബിളിനെയാണോ നമ്മൾ കൺട്രോൾ ചെയ്ത്, എന്ന് പറഞ്ഞാൽ ആ പഠനത്തിനകത്ത് ഏതൊരു വേരിയബിളിലാണോ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി, അതായത് റിസർച്ച് നടത്തുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അത് പഠനത്തിൽ ഉപയോഗിക്കുന്നത്, അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾഡ് എന്ന് പറയുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ അല്ലെ കൺട്രോൾ ചെയ്യുന്നത് ഏതൊരു വേരിയബിളിനാണോ അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. റിസർച്ചറാണ് യഥാർത്ഥത്തിൽ ആ വേരിയബിളിനെ ആ പഠനത്തിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തി നോക്കും. അത് റിസർച്ചിൻ്റെ ഇഷ്ടമനുസരിച്ച് ആ പഠനത്തിന് പര്യാപ്തമായിട്ടുള്ള രീതിയിലാണ് വേരിയബിളിൽ മാറ്റം ഇങ്ങനെ വരുത്തി നോക്കുന്നത്. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ കൺട്രോൾഡ് എന്ന വാക്ക് ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പഠനത്തിൽ ഒരു റിസർച്ചർ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്ന, മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന റിസർച്ചറിന് ആ പഠനത്തിൽ എങ്ങനെയാണ് വേരിയബിളിനെ നിയന്ത്രിച്ച് ഏത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. Independent variable is sometimes called an experimental or predictor variable. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എക്സ്പെരിമെൻ്റൽ വേരിയബിൾ എന്നും പ്രഡിക്റ്റർ വേരിയബിൾ എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ വ്യത്യാസം വരുത്തിയാണ് ഒരു പഠനം നടത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സ്പെരിമെൻ്റൽ വേരിയബിൾ എന്ന് പറയുന്നത്. അതിനകത്താണ് മാറ്റങ്ങൾ വരുത്തി ഒരു പരീക്ഷണം നടത്തി നോക്കുന്നത്. അവയെ അല്ലെങ്കിൽ പ്രഡിക്റ്റർ വേരിയബിൾ എന്ന് പറയാനും അതാണ് കാരണം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു മാറ്റം വരുത്തി പഠനം നടത്തിയാണ്
ശരിക്കും ആ പഠനത്തിൻ്റെ ഫൈൻഡിങ്സിലേക്ക് തന്നെ എത്തുന്നത്. അതുകൊണ്ടാണ് അവയെ പ്രെഡിക്റ്റർ വേരിയബിൾ എന്നുകൂടെ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ കുറിച്ച് കൂടുതൽ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. Let us substantiate this with an example. In agricultural productivity, crop yield per hectare is a dependent variable. ഒരു കൃഷിയിടത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിളവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. കാരണം പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് ആ വിളവ്. ഫാക്ടേഴ്സ് സച്ച് ആസ് ഫെർട്ടിലിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി, ഇറിഗേഷൻ, ക്വാളിറ്റി ഓഫ് സീഡ്, കൾട്ടിവേഷണൽ പ്രാക്ടീസസ്. എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ് ഒരു കൃഷിയിടത്തിലെ വിളവ്? സോയിൽ ഫെർട്ടിലിറ്റി, ഇറിഗേഷൻ, ക്വാളിറ്റി ഓഫ് സീഡ്, കൾട്ടിവേഷണൽ പ്രാക്ടീസസ്, കൃഷി ചെയ്യുന്ന രീതി, ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ആ വിളവ്. ഈ ഫാക്ടേഴ്സിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയും. ബിക്കോസ് ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഈൽഡ്. ഈ ഫാക്ടേഴ്സാണ് ആ കൃഷിയിടത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിളവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതനുസരിച്ചിട്ടായിരിക്കും അവിടെ നിന്നും ലഭിക്കുന്ന ഈൽഡും. അപ്പോൾ ആ ഈൽഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതുപോലെ ആ ഫാക്ടേഴ്സ്, ആ ഈൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസുമായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കേ. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നമുക്ക് മാറ്റാം, കൺട്രോൾ ചെയ്യാം, മാനിപ്പുലേഷൻ നടത്താം അവിടെ. അപ്പോൾ ഇതെല്ലാം അവിടെ എന്താണ് പോസിബിളാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം. എന്തൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്? ഒരു മാറ്റം വരുത്താൻ പറ്റുന്നൊരു ഫാക്ടറാണ്. അതുപോലെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റെന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു എക്സ്പെരിമെൻ്റൽ വേരിയബിളാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയിടത്തിലെ ഈൽഡ് കൂടുതൽ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഇതിലേതിൽ മാറ്റം വരുത്തിയാലാണ് സാധ്യമാകുക, അത്തരത്തിലൊരു പരീക്ഷണം സാധ്യമാണ്. പിന്നെ മറ്റെന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊണ്ട് മൊത്തത്തിലുള്ള ഒരു പഠനത്തിൻ്റെ റിസൾട്ട്, അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ക്വാളിറ്റി ഓഫ് സീഡ് അത് നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്തി ആ ഉപയോഗിക്കുന്ന കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സീഡ് അതിനകത്തൊരു മാറ്റം വരുത്തി ഒരു പരീക്ഷണം നടത്തി നോക്കാം. അപ്പോൾ എങ്ങനെയാകും ആ കൃഷിയിൽ ഈൽഡ്, ആ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ഈൽഡെന്ന് നോക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ എഫക്റ്റാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏത് തരത്തിലുള്ളൊരു എഫക്റ്റാണ് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ എക്സാമ്പിളിലൂടെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാം. So it is being manipulated in an experiment in order to observe a dependent variable. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നിരീക്ഷിക്കാൻ, ഒബ്സർവ് ചെയ്യുവാൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു മാറ്റം വരുത്തി നോക്കിയാൽ മതിയാകും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതല്ലേ, കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ഈൽഡ് അതിനെ ഒബ്സർവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിലെല്ലാം ഒരു മാറ്റം വരുത്തി നോക്കാം. സോയിൽ ഫെർട്ടിലിറ്റിയിലൊരു മാറ്റം വരുത്തി നോക്കാം, ഇറിഗേഷൻ അതിനകത്തൊരു മാറ്റം വരുത്തി നോക്കാം, അപ്പം കൾട്ടിവേഷണൽ പ്രാക്ടീസസിലൊരു മാറ്റം വരുത്തി നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഈൽഡെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഒബ്സർവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ ഒരു മാറ്റം വരുത്തി നോക്കാം. Independent variables are isolated and controlled by the researcher during the research study. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് പല മാറ്റങ്ങളും അതിനകത്ത് വരുത്താം, അതിനെ കൺട്രോൾ ചെയ്യാം. പലതരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. അവയെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത്, അതാണ് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ഇൻഫ്ലുവൻസാണ് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൻ്റെ ഈൽഡ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓരോരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെയും പ്രത്യേകമായിട്ട് നമുക്ക് മാറ്റം വരുത്തി നോക്കാം.
ഇതൊക്കെ എന്ത് മാറ്റമാണ് ആ ഈൽഡിനകത്ത് വരുത്തുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു റിസർച്ച് സ്റ്റഡിയിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഓരോന്നും പ്രത്യേകമായിട്ട് നമുക്ക് മാറ്റി അത് ഓരോന്നും എന്ത് മാറ്റമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ വരുത്തുന്നത് എന്ന് നോക്കാം. അവയെ കൺട്രോൾ ചെയ്യുവാനും സാധിക്കും. ഓരോന്നിനെയും പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത് നോക്കുവാനും സാധിക്കും. നെക്സ്റ്റ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. The dependent variable change as a result of or in response to the variations in the dependent variable. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം അനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനെ തന്നെയാണ്. ഒരു കൃഷി സ്ഥലത്ത് നിന്ന് ലഭ്യമാകുന്ന ഈൽഡ് അവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അത് മറ്റ് പല ഫാക്ടേഴ്സിനെയും ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം ഉണ്ടാകുന്ന അനുസരിച്ച് ഈൽഡ് എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരു മാറ്റം ഉണ്ടാകും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഹാവ് എ ഡയറക്റ്റ് എഫക്റ്റ് ഓൺ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് നേരിട്ട് തന്നെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലൊരു എഫക്റ്റ് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമല്ലോ. ആ കൃഷിയിടത്തിലെ ഈൽഡെന്ന് പറയുന്നത് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ അതിൻ്റെ നിന്നെല്ലാം ഒരു നേരിട്ട് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഡയറക്റ്റായിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മേൽ ഒരു എഫക്റ്റ് ഉണ്ടാകും. അതിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന എന്ത് മാറ്റവും നേരിട്ട് തന്നെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലും ഒരു മാറ്റം അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ?